ഹായ്, ഞാൻ അനുരാധ. വെൽക്കം ടു നന്ദൂട്ടീസ് കിച്ചൺ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ഈസി ഫ്രൂട്ട് കേക്കാണ്. ഇത് നമ്മൾ ക്രിസ്മസിന് ഉണ്ടാക്കുന്ന പ്ലം കേക്ക് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് അയക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കേക്കിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടി 50 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്, 1/4 കപ്പ് മൈദ, 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ, 1/4 കപ്പ് വെള്ളം, 3 മുട്ട, 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പും, പിന്നെ 1 ടേബിൾ സ്പൂൺ ഓറഞ്ച് ജസ്റ്റ് ആണ്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പരുത്ത ഓറഞ്ചിൻ്റെ തൊലി ജസ്റ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അകംഭാഗം വരാതെ വേണം ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ. പിന്നെ 1/4 ടീസ്പൂൺ ഗ്രാമ്പൂ ആണ്, ഗ്രാമ്പൂ പൊടിച്ചിട്ടാണ് എടുത്തേക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ കറുവാപ്പട്ട പൊടിച്ചതും, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും. പിന്നെ ഇതിനു വേണ്ടി ബ്രൗൺ ഷുഗർ വേണം. നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റ് ഷുഗർ ഉപയോഗിക്കാം. ബ്രൗൺ ഷുഗർ ഇതിനൊരു കാരമലൈസ് ടേസ്റ്റും കൊടുക്കും. ഇത് പിന്നെ ഈ പ്ലം കേക്കിൻ്റെ ഒരു കളറും വരുത്തും. അടുത്ത ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. അതിനു വേണ്ടി ഞാൻ കുറച്ച് പ്ലം എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 15 മുതൽ 20 വരെ കാഷ്യൂ നട്ട്സും, ക്രാൻബെറി വേണം, പിന്നെ റേസിൻസും, കുറച്ച് ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കാം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്കൊരു സോസ് പാനിലോട്ട് വെള്ളം ഒഴിക്കാം. ഇതിലോട്ട് ബ്രൗൺ ഷുഗറും കൂടെ ഇട്ട് ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഇതിലോട്ട് ബ്രൗൺ ഷുഗർ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് റേസിൻസും കാൻബെറീസും ഇട്ട് കൊടുക്കണം. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതിന് പകരം 4 മണിക്കൂർ ആണെങ്കിൽ സോക്ക് ചെയ്ത് വെച്ചാലും മതി. പക്ഷേ നിങ്ങൾ 4 മണിക്കൂർ സോക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഇത് കാരമലൈസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ഞാനിപ്പം ഇതെല്ലാം ഒരുമിച്ച് ചെയ്യുന്നത്. ഇതിലോട്ട് നമുക്ക് ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ കുറച്ച് നേരം ഒന്ന് വെക്കാം. അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ടുണ്ട്. ഇത് വെള്ളം വറ്റി ഇത് പ്ലംപായിട്ട് വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പം ഞാൻ വലിയ ബൗളിലോട്ട് മൈദ ഇട്ടിട്ടുണ്ട്. ഇതിലോട്ട് ഉപ്പും ഏലക്കാപ്പൊടിയും ബേക്കിംഗ് പൗഡറും ഓറഞ്ച് ജസ്റ്റും കറുവാപ്പട്ടയും ഗ്രാമ്പൂ ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് വിസ്ക് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്വിഫ്റ്റ് ചെയ്തെടുത്താലും മതി. ഇനി ഒരു ബൗളിലോട്ട് 3 മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഞാൻ ഇപ്പം 3 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വിസ്ക് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇതിന് പകരം വേണമെങ്കിൽ ഒരു ബീറ്റർ ഉപയോഗിക്കാം. ഇതിലോട്ട് ഞാൻ 1/4 കപ്പ് എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഇതൊരു ബീറ്ററും കൂടെ വെച്ച് അടിച്ചെടുക്കുവാണ്. ഇനി നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച മിക്സറിലോട്ട് പ്ലമ്മും ടൂട്ടി ഫ്രൂട്ടിയും കാഷ്യൂ നട്ട്സും ചേർത്ത് കൊടുക്കുക. ഇത് തണുത്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഇനി ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് ബീറ്റ് ചെയ്ത് വെച്ചേക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ചേർത്തിട്ട് ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. അപ്പം ഞാൻ ഇത് 2 പാർച്ച്മെൻറ്റ് പേപ്പർ വെച്ചിട്ടുണ്ട് ബേക്കിംഗ് ട്രേയിൽ. കാരണം ഇത് കുറച്ച് ലോങ് ബേക്കിംഗ് ടൈമാണ്. ഇത് ഞാനിപ്പോൾ ഓവനിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റൗ ടോപ്പിൽ ചെയ്യാം. സ്റ്റൗ ടോപ്പിൽ ചെയ്യുന്ന
വീഡിയോ വാൻചോ കേക്കിൻ്റെ റെസിപ്പിയിലുണ്ട്. ഈ സമയത്ത് നമുക്ക് ഓവൻ 180 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ 10 മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കാം. ഇതിലോട്ട് നമുക്ക് മൈദയും കൂടെ ഇട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഞാൻ ഇപ്പം കുറച്ചായിട്ടാണ് മൈദ ചേർക്കുന്നത്, എളുപ്പം മിക്സ് ചെയ്ത് കിട്ടാൻ വേണ്ടി. ഞാൻ ഇപ്പം ഇത് 6 ഇഞ്ചിൻ്റെ ട്രേയിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഫ്രൂട്ട്സും നട്ട്സും കൂടുതലുള്ളതുകൊണ്ടാണ്. ഞാൻ കുറച്ച് കാഷ്യൂ നട്ട്സ് ഇതിൻ്റെ മുകളിൽ അറേഞ്ച് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഡെക്കറേഷന് വേണ്ടി. ഇത് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ടാപ്പ് ചെയ്യാം. ഇത് എയർ ബബിൾസ് കളയാൻ വേണ്ടിയാണ് ടാപ്പ് ചെയ്യുന്നത്. ഇത് 160 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ 60 to 70 മിനിറ്റ്സ് വേണം വെക്കാൻ. ഇനി ഇത് 160 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ 50 മിനിറ്റ്സ് ഒന്ന് വെക്കാം. എന്നിട്ട് ഇത് അലുമിനിയം ഫോയിൽ കൊണ്ടൊന്ന് കവർ ചെയ്യാം. ഓരോ ഓവൻ്റെയും കപ്പാസിറ്റി അനുസരിച്ച് ആണ് ഇത് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ 1 മണിക്കൂർ ആയിട്ടുണ്ട്. ഇതൊന്ന് തണുത്തിട്ട് നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു സ്പ്രിംഗ് ഫോം പാനാണ് എടുത്തേക്കുന്നത്. നിങ്ങൾ അല്ലാത്ത പാനാണ് എടുക്കുന്നതെങ്കിൽ അല്ലാതെ മറിച്ചിട്ട് ഡീമോൾഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. മറ്റൊരു ഡിഷായിട്ട് വീണ്ടും കാണുന്നത്. ദിസ് ഇസ് സൈനിങ് ഓഫ്. ബൈ.